ഏറെ സ്നേഹ ബഹുമാനമുള്ള കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ സംസ്ഥാന നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കാരണം ഈ 18 ദിവസം പണിയെടുത്ത പൈസയ്ക്ക് വേണ്ടിയും പണിയെടുത്ത കൂലിക്ക് വേണ്ടിയും നമ്മൾ ഇവിടെ സമരം നടത്തുക, സ്ത്രീകൾ ഇവിടെ സമരം നടത്തുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നിന്ദ്യവും നീതിയും തീരാണവുമാണ് എന്നുള്ളത് ഈ കേരള പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 18 ദിവസവും സർവ്വവിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് നമുക്ക് ധൈര്യം പകർന്നുകൊണ്ട് നമ്മളുടെ കേരള നിവാസികളും അതേപോലെ തന്നെ അന്യ സംസ്ഥാനത്തു നിന്നും നമുക്ക് ഏറെ വീറും വാശിയോടും കൂടി പൊരുതാൻ ആഹ്വാനം ചെയ്യുന്നതുമൊക്കെ. അതുകൊണ്ട് നമ്മള് സർക്കാരുമായി ഒരു കാരണവശാലും രമ്യതയിൽ തന്നെയാണ്. സർക്കാരിനെ ധിക്കരിക്കാനോ ഭരണം അട്ടിമറിക്കാനോ ഒന്നുമല്ല നമ്മൾ ഇവിടെ ഈ 18ാം ദിവസവും ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന ശമ്പളം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ സർക്കാരിനെ വെല്ലുവിളിക്കാനോ സർക്കാരിന്റെ ഭരണം അട്ടിമറിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ ഈ 18ാമത്തെ ദിവസവും എത്തിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സർക്കാരിന്റെ വാക്കുകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. കാരണം ഞങ്ങൾ കേരള പൊതുസമൂഹത്തെ മുഴുവൻ ബോധവൽക്കരണം നടത്തി ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൃഢപ്രതിജ്ഞ കാണാതെ പഠിച്ചും പ്രവർത്തിച്ചും ജീവിക്കുന്ന ആശാവർക്കർമാരാണ്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് സർക്കാരിനെ നിന്ദിക്കാനോ ഭരണം അട്ടിമറിക്കാനോ ഒരിക്കലും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനിയും വൈകിട്ടില്ല ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ. 18ാമത്തെ ദിവസം ഈ പിന്നിടുന്ന സമയത്ത് ഞങ്ങളുടെ ഡിമാൻഡുകൾ വെറും 3 ഡിമാൻഡുകൾ മാത്രമാണ്. അത് അംഗീകരിച്ച് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളും എന്നുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാവത്തില്ല. ഞങ്ങൾ സർക്കാരിനോടൊപ്പം തന്നെയാകും ഞങ്ങളുടെ ഈ കാര്യങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ. ആയതിനാൽ ഈ 18ാം ദിവസവും നമ്മളുടെ ബഹുമാനിയായ ധനവകുപ്പും ആരോഗ്യവകുപ്പും നമ്മുടെ അടുത്ത് വരും, നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും. തീർച്ചയായും ഞങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. കാരണം ആരോഗ്യ മേഖല തകർന്നു തരിപ്പണമാകാൻ ഞങ്ങൾ ഈ അനിശ്ചിതകാല സമരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംവിധാനം ഞങ്ങളുടെ ആശമാന പ്രവർത്തനത്തിന്റെ 1% പോലും ആകില്ല എന്ന് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടന വ്യക്തമായി പറയുന്നു, ഞങ്ങൾ നിങ്ങളെ ധിക്കരിക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ സർക്കാരാണുള്ളത്. ഈ വരമ്പം കഴിഞ്ഞ് ഒരു ഏക്കർ കൂലിയും കിടന്ന് അങ്ങ് ജില്ലയിൽ കിടന്നിട്ടാണ് ഞങ്ങൾക്ക് 1 മാസം ജോലി ചെയ്ത കാശ് കിട്ടുന്നത്. ഇനി ഇത് പറ്റത്തില്ല സർ. തുച്ഛം വേതനം അതുപോലും പിടിച്ചു വയ്ക്കും സർക്കാരെ. നിങ്ങളുടെ ദൂത്തിനും കൊള്ളയ്ക്ക് പണമുണ്ടല്ലോ ഖജനാവിൽ,